സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് നമ്മുടെ അല്ലു അർജുൻ ലോകേഷ് കനകരാജിൻ്റെ ഒരു കൊളാബറേഷൻ ആയിട്ടുള്ള 23rd മൂവി ഓഫ് അല്ലു അർജുൻ ആണ്. നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് തന്നെ നമ്മുടെ ഒരു വീഡിയോ, ജനനായകൻ്റെ വീഡിയോയിൽ ഒരു പയ്യൻ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കമൻ്റ് ആയിരുന്നു, അല്ലു അർജുൻ്റെ ലോകേഷ് കനകരാജിൻ്റെയും ഒരു കൊളാബ് മൂവി വരുന്നുണ്ട്, അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് റിവ്യൂ ഇടാൻ വേണ്ടി. നമ്മുടെ ആ പയ്യൻ്റെ പേര് ഗോകുൽ വത്സൻ എന്നാണ്. ഗോകുൽ വത്സൻ X7Q എന്നാണ് പുള്ളിയുടെ യൂട്യൂബ്. സോ ഹേ ബ്രോ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനിയും നിങ്ങളുടെ കമൻസ് വരണം. ഓക്കെ. സോ അല്ലു അർജുൻ ആൻഡ് ലോകേഷ് കനകരാജ്. അല്ലു അർജുൻ വെരി ഡൈ ഹാഡ് ഫാൻ ഓഫ് അല്ലു അർജുൻ. ഞാൻ ഞാൻ ഭയങ്കര ഞാൻ ഭയങ്കര ഫാൻ. എൻ്റെ പിള്ളേരും എൻ്റെ മമ്മിയും എല്ലാവരും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക യൂത്തന്മാർ മാത്രമല്ല, എല്ലാ എല്ലാ ഏജ് കാറ്റഗറീസും പുള്ളിയുടെ ഡാൻസും പുള്ളിയുടെ ആ ഓറ, എനർജി, പിന്നെന്തെന്നാ ആക്ടിങ് സ്കിൽസ്. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് കുറേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ട്ടോ. ആ ടൈമിൽ കേട്ടോ, സിൻസ് That is that ആ ഒരു കമന്റിനേക്കാൾ നല്ലത് ഹീസ് എ ഗുഡ് എന്റർടൈനർ. എന്റർടൈനർ. യെസ്. അതിനകത്ത് ശരിക്കും മൂവി കാണാൻ പോകുന്നത് എന്തിനാ? നമുക്ക് കുറച്ചു നേരം നന്നായിട്ട് എന്റർടൈൻഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടൈം ഫുള്ളി വർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആളുടെ മൂവി കണ്ടിറങ്ങുമ്പോൾ. അതെ. ഏത് മൂവി ആണെങ്കിലും ഇപ്പൊ ഹാപ്പി ആയാലും എന്ത് രസമായിട്ടാണ് ആ സ്ക്രീനിൽ ആള് കോമഡി ആയാലും ഒക്കെ ആള് ചിലപ്പോ കരയുമായിരിക്കും, പക്ഷെ നമുക്ക് മനസ്സിൽ ചിലപ്പോ ചിരി വരും. അങ്ങനത്തെ സീൻസ് ഒക്കെ ആള് ചെയ്യും. പുള്ളിയുടെ ഇങ്ങനത്തെ ഇങ്ങനെ. ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ചിലതൊക്കെ ചെയ്യും. അതെ, അതെ, അതെ. ഇപ്പോഴും ഓർമ്മയുണ്ട് മറ്റേ അല്ല വൈകുണ്ഠപുരം അല്ലേ? പുള്ളിയുടെ അതിനകത്ത് നോട്ടബിൾ ആ, മറ്റേ ഒന്ന്, നമ്മുടെ ആര്യ വൺ, ആര്യ ടു, എൻ്റെ എന്റെ ആര്യ വണ്ണൊക്കെ. ആര്യ വണ്ണ് പല പല കുറേ എന്താ പറയാ, ബുദ്ധിജീവികൾ പറയുന്നു, "ഓ, ആര്യ എന്ത് പടം, ആര്യ എനിക്ക് ആര്യ ഭയങ്കര ഇഷ്ടപ്പെട്ടു." അതൊരു ആര്യ ടു, എൻ്റെ പൊന്നോ. പിന്നെ ഉണ്ട് നമ്മുടെ ബണ്ണി ഹാപ്പി, ഇപ്പൊ ലിൻഡ പറഞ്ഞ പോലെ തന്നെ റേസ് ഗുറാം, DJ, അതുപോലെ തന്നെ നാ പേര് സൂര്യ, നാ ഇല്ല ഇന്ത്യ. അതിന്റെ നമ്മൾ എല്ലാം മലയാളമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മലയാളം, എനിക്ക് ആ മലയാളം സൗണ്ട് തന്നെ പറ്റുള്ളൂ. അയ്യോ, ആ ഡയറക്ടറിന്റെ പേരെന്തായിരുന്നു? ഈശ് എന്താണ് ആ ഡയറക്ടറിന്റെ പേര്? എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇത് അയ്യോ, ആ കണ്ടിട്ടുണ്ട്. സൗണ്ട്. പക്ഷെ എനിക്ക് ആ ഡയറക്ടറുടെ പേരറിയായിരുന്നു. ആ സൗണ്ട് ഇല്ലാണ്ട് അല്ലു അർജുൻ ഇല്ല. അല്ലു അർജുന്റെ ഒറിജിനൽ വോയിസ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് അത് പറ്റൂല, പുള്ളിയുടെ ഒറിജിനൽ സൗണ്ട് പറ്റൂല. എനിക്ക് ഈ പുള്ളിയുടെ സൗണ്ട് വേണം. അപ്പോൾ അയ്യോ, ആ ഡയറക്ടറിന്റെ പേര് പോയി. ഇപ്പം ആ സിനിമ ഉണ്ടല്ലോ, എന്താണ് ഈ മൗനം, മായാനായി മാത്രം, എന്താണ് എന്താണ്, ആ, മറ്റേ ആസിഫ് അലിയുടെ ഒക്കെ ഒരു ഉം, പടം ഉണ്ടല്ലോ, മനസ്സിലായി എനിക്ക്. ബൈസൈക്കിൾ തീവ്സിന്റെ ഒക്കെ ഡയറക്ടർ. ഓക്കെ, വിട്. അപ്പോൾ പുള്ളിയുടെ സൗണ്ട് ഇല്ലാണ്ട് എനിക്ക് പറ്റൂല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു പടത്തിന്റെ ആസ് യൂഷ്വൽ വലിയ വലിയ മൂവീസിന്റെ ഒക്കെ നമ്മുടെ മ്യൂസിക് കൊറിയോ ചെയ്തിരിക്കുന്നതൊക്കെ ചിലപ്പോൾ മിക്കവാറും അനിരുദ്ധ് തന്നെയാണ്, അനിരുദ്ധ് രവിചന്ദ്രൻ. അപ്പോൾ പുള്ളിയിലാണ്ട് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു മൂവി പറയുന്നത് January 14, 2026 റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോറി, റിലീസല്ല. ഓ, പിന്നെ ഈ ഒരു മൂവി January 14, 2026 റിവീൽ ചെയ്തിരിക്കുന്നത് ഓ, സോഷ്യൽ മീഡിയയിൽ. ക്ഷമിക്കണം. പിന്നെ ലോകേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ, പുള്ളിയുടെ മോസ്റ്റ് കൈതി കൈതി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി നീ കണ്ടിട്ടില്ലേ? നീ കണ്ടിട്ടുള്ള കൈതി കണ്ടതാണ്. വിക്രം കൈതി നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതല്ല, OTT വന്നത് കണ്ടതാണ്. വിക്രം കണ്ടിട്ടുണ്ട്, തിയേറ്ററിൽ പോയി തന്നെയാണ് കണ്ടത്. അതുപോലെ ലിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ, അമ്മോ, അത് വലിയ ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട് ലിയോന് തന്നെ. എന്തോരം മറ്റേ ആനിമേറ്റഡ് സംഭവങ്ങൾ യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയോ, പിള്ളേർക്ക് വേണ്ടിയുള്ളത്. ഒന്ന് അടിച്ചു നോക്കുക, ആനിമേറ്റഡ് ആയിട്ടുള്ള ലിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ ഞാനൊരു 3 ടൈംസ് കണ്ടിട്ടുണ്ടാവും. ഒന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ട്, പിന്നെ ഇവന്മാരുടെ കൂടെ കണ്ട്, പിന്നെ ഏതോ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ പോയി കണ്ട്. അത്രയ്ക്കും, അതായത് വേറെ ലെവലായിരുന്നു. അപ്പോൾ അതും പ്രതീക്ഷിച്ചാണ് ഞാൻ പോയി കൂലി കണ്ടത്, കാരണം ലൊക്കേഷൻ്റെ ആ സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കാണാൻ വേണ്ടി.
കൂലി എനിക്ക് അത്ര ഡൈജസ്റ്റ് ആയിട്ടില്ല. പക്ഷെ അമീർ ഖാൻ വന്നതുകൊണ്ട് എനിക്കൊരു സന്തോഷം. കാരണം അമീർ ഖാൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനാണ്. അപ്പോൾ പുള്ളീനെ പോർട്രേ ചെയ്തത് കൊള്ളാം. പക്ഷേ കുറേ പേര് ആ ഒരു പടത്തിൽ വന്ന് ഇറങ്ങിയത് കൊണ്ട് എനിക്കത്ര സുഖിച്ചില്ല. അപ്പോൾ ലോകേഷും അല്ലു അർജുനും കൂടെ എന്ന് പറഞ്ഞാൽ മാക്സിമം ആ ഒരു പൊട്ടൻഷ്യൽ അല്ലു അർജുൻ്റെ എടുക്കുമായിരിക്കും. പക്ക മാസ് മൂവി ആയിരിക്കാം. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ നമുക്കൊന്ന് ആ അനൗൺസ്മെൻറ്റ് വീഡിയോ നമുക്കൊന്ന് കണ്ട് റിവ്യൂ ചെയ്തേക്കാം. You ain't stopping me. Step aside, motherfucker. I said 23, going on a spree. You just set me free. VIP, walking easily, but so casually. Low key, locked in mentally, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. I said 23. Strive for greatness. സോ അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇത് ഇപ്പം ആക്ഷൻ മൂവി ഒക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ. ലിൻഡയുടെ ആ തലയൊന്ന് ഇങ്ങനെ ഒന്ന് മാറ്റിക്ക് നോക്കട്ടെ എന്താണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. എ എ എ എഴുതിയിരിക്കുന്നത് എ A23. എ 23. ഓക്കെ. അല്ലു അർജുൻ അല്ലു അർജുൻ 23. ആ ഓക്കെ. അപ്പോൾ എൻ്റെ അവിടെ നോക്കി ഒരു ചന്ദ്രനാണ്. എന്താണ് ചന്ദ്രനല്ല, സൂര്യനാണ്. സോ Somebody is on a horse. അല്ലു അർജുൻ ആയിരിക്കും. അല്ലു അർജുൻ തന്നെ ആയിരിക്കും. Obviously hero ആയിരിക്കും. ഉം. എനിക്ക് ഇഷ്ടമുണ്ടാവും. എന്തായാലും കൊള്ളാം. മൈത്രി മൂവി മേക്കേഴ്സിൻ്റെ ആണ്. ഓക്കെ. സോ ഗുഡ്. എന്തായാലും എനിക്ക് ഭയങ്കര നല്ല ഹോപ്പാണുള്ളത്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ടു ദ ടീം. അനിരുദ്ധ് ഓഫ് കോഴ്സ് പൊളിച്ചേക്കണം. ലോകേഷ് എന്തായാലും പൊളിക്കുമെന്നറിയാം. അല്ലു അർജുന്റെ മൂവി ഞങ്ങൾ തിയേറ്ററിൽ മിസ്സാക്കൂല. കാണും. ഞങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടോളും. അത് ഉറപ്പായിട്ടും എൻ്റെ ഫാമിലി മൊത്തം ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് അടിച്ച് പൊളിച്ചിരുന്ന് കാണും. ഓക്കെ. സോ catch you guys in our next video. Until then,